അമേരിക്കയും ഇറാനും തമ്മിൽ ഇപ്പോൾ ഒരു സമാധാനത്തിന്റെ വക്കിലെത്തിയിരിക്കുകയാണെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ്. ഈ സമാധാനം എന്ന് പറയുമ്പോൾ ഉടനെ സമാധാനം പുലരണം എന്നില്ല. അതിനി എത്ര നാൾ എടുക്കും ഈ സമാധാനം പുലരാൻ? ഹോർമൂസ് കടലിടുക്ക് ഇനി എന്ന് തുറക്കും? അവിടെയുള്ള മൈനുകൾ എന്ന് നീക്കം ചെയ്യും? അതിനുശേഷം വരുന്ന പ്രതിസന്ധികൾ എന്താണ്? അതിനുശേഷം ഇറാൻ തകർത്ത ഖത്തറിലെ അടക്കമുള്ള ആ ഒരു ഇൻഫ്രാസ്ട്രക്ചറുകൾ, അതായത് എണ്ണ ഉൽപാദന കേന്ദ്രങ്ങളും എണ്ണ റിഫൈനറികളെല്ലാം പുനർനിർമ്മിക്കാൻ എത്ര സമയം വേണ്ടി വരും? ഇതൊക്കെ വലിയ ചോദ്യചിഹ്നങ്ങളായിട്ട് തന്നെയാണ് ലോകത്തിന്റെ മുമ്പിൽ നിൽക്കുന്നത്. എത്ര സമയമെടുക്കും എന്നുള്ളതാണ്. ആഗോള രാഷ്ട്രീയ സാമ്പത്തിക രംഗത്ത് വളരെ ചരിത്രപരവും പോസിറ്റീവുമായിട്ടുള്ള ഒരു വഴിത്തിരിവാണ് വന്നിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. 100 ദിവസത്തിലേറെയായി ലോകത്തെ മുഴുവൻ അനിശ്ചിതത്വത്തിന്റെയും പണപ്പെരുപ്പത്തിന്റെയും ഭയത്തിന്റെയും ചുഴലിക്കാറ്റിലേക്ക് തള്ളിവിട്ട യുഎസും ഇറാനും തമ്മിലുള്ള സംഘർഷമൊടുവിൽ സന്തോഷകരമായിട്ടുള്ള അന്ത്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. രണ്ട് ശക്തമായ രാജ്യങ്ങൾ തമ്മിലുള്ള ഈ അപ്രതീക്ഷിത സമാധാന കരാർ മിഡിൽ ഈസ്റ്റിന്റെ ആകാശത്ത് നിന്ന് യുദ്ധത്തിന്റെ ഇരുണ്ട മേഘങ്ങളെ നീക്കം ചെയ്യുക മാത്രമല്ല, മാന്ദ്യത്തിന്റെ വക്കിലെത്തി ആഗോള സമ്പദ് വ്യവസ്ഥയ്ക്ക് പുതിയൊരു ജീവൻ നൽകുകയും ചെയ്തു എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം. എന്തായാലും ഇതിന്റെ അനന്തര ഫലങ്ങൾ എന്തായിരിക്കും? ഒരു ഭൗമരാഷ്ട്രീയ വീക്ഷണകോണിൽ ഈ കരാറിനെ ഈ ദശകത്തിലെ ഏറ്റവും വലിയ സംഭവമായി കണക്കാക്കാൻ നമുക്ക് സാധിക്കും. ഇതുമൂലം ആഗോളതലത്തിൽ ഇപ്പറയുന്ന മാറ്റങ്ങൾ കാണാനും എന്നുള്ളവയാണ്. അതായത് വിതരണ ശൃംഖലയുടെ പ്രതിസന്ധിയുടെ ഒരു അവസാനമാണ് നമ്മൾ കാണാൻ പോകുന്നത്. യുഎസ് ഇറാൻ സംഘർഷങ്ങൾ കാരണം അന്താരാഷ്ട്ര വ്യാപാരത്തിന് വളരെ പ്രധാനപ്പെട്ട ചെങ്കടൽ, പേർഷ്യൻ ഗൾഫ് ജലപാതകൾ സുരക്ഷിതമല്ലാതായി മാറി. വ്യാപാര കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണം ഭയം കാരണം ലോജിസ്റ്റിക്സും ഗതാഗത ചെലവുകളും ഗണ്യമായി വർദ്ധിച്ചു. ഇപ്പോൾ ഈ കരാറിന് ശേഷം ചരക്ക് കപ്പലുകളുടെ ചലനം പൂർണ്ണമായും സുരക്ഷിതമാകുമെന്നുള്ളതാണ്. അസംസ്കൃത എണ്ണ വിൽപ്പന വിപണിയിലെ ഒരു സ്ഥിരതയാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അതായത് അസംസ്കൃത ലോകത്തിലെ മുൻനിര എണ്ണ ഉൽപ്പാദകരിൽ ഒന്നാണ് ഇറാൻ. അമേരിക്ക ഏർപ്പെടുത്തിയ കർശനമായ സാമ്പത്തിക ഉപരോധങ്ങൾ കാരണം ഇറാൻ എണ്ണയ്ക്ക് ആഗോള വിപണിയിൽ സ്വതന്ത്രമായി എത്താൻ കഴിഞ്ഞില്ല. ഇപ്പോൾ ഈ കരാർ പ്രകാരം ഉപരോധങ്ങൾ ഘട്ടം ഘട്ടമായി പിൻവലിക്കും. അങ്ങനെ അന്താരാഷ്ട്ര വിപണിയിലെ എണ്ണ വിതരണം ഗണ്യമായി വർദ്ധിക്കുമെന്നുള്ളതാണ്. ആഗോള മാന്ദ്യ ഭീതിയിൽ നിന്ന് ലോക രാജ്യങ്ങൾക്കൊരു മോചനം എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഇന്ത്യക്ക് വലിയൊരു സന്തോഷ വാർത്തയുള്ളത്, തങ്ങളുടെ ഊർജ്ജ എണ്ണ ആവശ്യങ്ങളെ വലിയൊരു ഭാഗം നിറവേറ്റുന്ന ഏകദേശം 85% വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്തുകൊണ്ടാണ്. അതിനാൽ മിഡിൽ ഈസ്റ്റിൽ സ്ഥാപിക്കപ്പെട്ട ഈ സമാധാനം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ രീതിയിലുള്ള ഊർജ്ജം പകരുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പെട്രോൾ ഡീസൽ വിലയിൽ ആശ്വാസവും പണപ്പെരുപ്പ് നിയന്ത്രണവും ഉണ്ടാകുമെന്നുള്ളതാണ്. ഇറാനിൽ നിന്ന് ഇന്ത്യക്ക് കുറഞ്ഞ വിലയിൽ എണ്ണ ലഭിക്കുമെന്നുള്ളതാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റാർ പോയിന്റ് എന്ന് പറയുന്നത്, മിഡിൽ ഈസ്റ്റിലെ സംഘർഷങ്ങൾ ആരംഭിക്കുന്നതിന് മുമ്പ് ഇന്ത്യ ഇറാനിൽ നിന്ന് വളരെ കുറഞ്ഞ നിരക്കിലും രൂപയിലും അല്ലെങ്കിൽ എളുപ്പത്തിലുള്ള ക്രെഡിറ്റ് വ്യവസ്ഥകളിലോ അസംസ്കൃത എണ്ണ വാങ്ങിയിരുന്നു. അമേരിക്കൻ ഉപരോധങ്ങൾ കാരണം ഇത് നിർത്തേണ്ടി വന്നു. ഈ കരാറോടെ ഇറാനിൽ നിന്ന് വീണ്ടും കുറഞ്ഞ വിലയ്ക്ക് എണ്ണ വാങ്ങാൻ ഇന്ത്യക്ക് കഴിയുമെന്നുള്ളതാണ്. മറ്റൊരു ഇന്ത്യയുടെ നേട്ടം എന്ന് പറയുന്നത് ചബഹർ തുറമുഖമാണ്. മധ്യേഷ്യയ്ക്കും റഷ്യയിലേക്കുമുള്ള ഇന്ത്യയുടെ തന്ത്രപരമായിട്ടുള്ള വ്യാപാര ലൈഫ് ലൈനായിട്ടുള്ള ഇറാനിയൻ ചബഹർ തുറമുഖം ഇന്ത്യ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇത് വലിയ രീതിയിൽ ഇന്ത്യക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്നുള്ളതാണ്. പിന്നെ ഇന്ത്യൻ ഓഹരി വിപണിയിലെ ചരിത്രപരമായുള്ള കുതിപ്പും ഇതിനോടൊപ്പം നമുക്ക് ചേർത്ത് വായിക്കേണ്ടതാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.